വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ടാവുന്നത് പിള്ളേരെ കെറ്റിസത്തിന് കൊണ്ടുവിടുവാണ്. അവരെ വിട്ടിട്ട് നമ്മൾ നേരെ പോയത് സുനീസ് കിച്ചണിലോട്ട്. സിജോ പറഞ്ഞു നമുക്ക് അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. അപ്പോൾ ഇവിടെ ഗോലി സോഡയൊക്കെ കണ്ടു, അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാൻ എനിക്കും വേണ്ടി ഓർഡർ ചെയ്തത് പൊറോട്ടയും ബീഫും, സിജോ ഓർഡർ ചെയ്തത് ഇടിയപ്പവും ബീഫും. ഒരു ബീഫ് കറി മേടിച്ചു, പിന്നെ ഒരു സുലൈമാനി സിജോയ്ക്കും വേണ്ടി. നല്ല സോഫ്റ്റ് അടിച്ച പൊറോട്ടയായിരുന്നു, നല്ല അടിപൊളി പൊറോട്ടയായിരുന്നു. പക്ഷേ ബീഫ് കറി ഇതിനേക്കാളും നല്ല ബീഫ് കറി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ടത് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കൗണ്ടറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് കണ്ടത് കുറേ അച്ചാറിൻ്റെ ഡബ്ബകൾ ഇരിപ്പുണ്ടായിരുന്നു. മീനച്ചാർ, നെല്ലിക്ക അച്ചാർ, പിന്നെ നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ. അപ്പം നമ്മളും 3 തരം അച്ചാർ മേടിച്ചു. പിന്നെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ്സ് കൂടെ മേടിച്ചു. അവിടെ വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ ഫിഷ് മാർക്കറ്റിലോട്ടാണ്, ഷാർജ ഫിഷ് മാർക്കറ്റ്. ആക്ച്വലി അവിടെ പോകാനല്ലായിരുന്നു പ്ലാൻ, പക്ഷേ അവിടെ എത്തിയിട്ട് പിന്നെ മീൻ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോൺസും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് പ്രോൺസും മത്തിയും പിന്നെ നമ്മുടെ വൈറ്റ് പോംഫ്രെറ്റും അത് 3 മേടിച്ചതിന് ശേഷം അവിടെ പിന്നെ വെറൈറ്റി ഓഫ് മീനുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കാണാത്ത ഇതൊക്കെ, ഞാൻ ഇങ്ങനത്തെ മീനുകളൊന്നും മേടിച്ചിട്ടുമില്ല, കഴിച്ചിട്ടുണ്ടാവും അറിയില്ല. എന്തായാലും എനിക്കിതൊക്കെ ഒരു ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ഇതായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടുണ്ട്, മാന്തൽ അതൊക്കെ അറിയാം, പക്ഷേ ചില മീനുകളൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അതിൻ്റെ അപ്പുറത്ത് തന്നെ മീറ്റ് സെക്ഷനുണ്ട്, അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് കബാബ്സൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ വേണ്ടി അതൊക്കെ മേടിച്ചു. അവിടെ ഒത്തിരി മാരിനേറ്റഡ് ചിക്കനും ലാമ്പും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന പോലെ അവരോട് പറഞ്ഞാൽ അവർ നമുക്ക് പാക്ക് ചെയ്ത് തരും. അതെല്ലാം മേടിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഫിഷിൻ്റെ സെക്ഷനിൽ വന്നു. അവിടെ നമ്മൾ ഫിഷ് ക്ലീൻ ആക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരതൊക്കെ ക്ലീനാക്കി തന്നു. നമ്മുടെ ഈ ടോക്കൺ കൊണ്ട് അവരുടെ കൊടുക്കുമ്പം അവർ നമുക്ക് ഫിഷ് തരും. പിന്നെ ഇവിടുന്ന് ഞാൻ ഡേറ്റ്സും മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഞങ്ങൾ പോകുന്നത് നേരെ പെട്രോളില്ല വണ്ടിയിൽ. അപ്പം പെട്രോൾ അടിക്കാൻ പോവാണ്. അതടിച്ചിട്ട് ഞങ്ങൾ നേരെ പിള്ളേരെ പിക്ക് ചെയ്യാൻ പോകും. അങ്ങനെ പിള്ളേരെ പിക്ക് ചെയ്തു. ഇവിടെ ഇരുന്ന് ഇവർ ചോദിക്കുന്നത് ഇനി എങ്ങോട്ടാണെന്നുള്ള ചോദ്യമാണ്. വീട്ടിലോട്ട് ഒരാൾക്കും പോകണ്ട, ഇനി നെക്സ്റ്റ് എങ്ങോട്ടാണ്. അങ്ങനെ ഞാൻ നേരം അവരോടൊക്കെ സംസാരിച്ചിട്ട് ആ മേടിച്ച സാധനങ്ങൾ എന്നാൽ ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് കൊടുത്തു. ആദ്യം ഇതേ കയറി പിടിക്കുന്നു, അവർക്കിത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അപ്പു കയറി പിടിച്ചു. സെക്കൻഡ് പെട്ടെന്ന് ഉണ്ണി. പിന്നെ അവർക്ക് മനസ്സിലായി എല്ലാവർക്കും കാണും എന്ന്. പിന്നീടാണ് അപ്പുവിന് മനസ്സിലായത്, അയ്യോ എനിക്ക് റെഡ് കളർ മതിയായിരുന്നു, ഉണ്ണിയുടെ കയ്യിൽ നിന്ന് അത് മേടിക്കായിരുന്നു, പെതുക്കെ മേടിച്ചാൽ മതിയാണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക റെഡ് എനിക്ക് തരാൻ പോകുന്നു. അങ്ങനെ പിന്നെ വണ്ടിയിൽ കുറച്ച് നേരം അങ്ങനെ അവരത് വെച്ച് കളിച്ച്, അതിനകത്ത് ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ, അതൊക്കെ കഴിച്ചുകൊണ്ട് ഒക്കെ ഇരുന്നു. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വീടെത്താറായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടൂഡിൽസ്.